മുല്ലപ്പെരിയാർ വിഷയത്തിലെ കേരളത്തിന്റെ ആശങ്ക അറിയിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. മനു, എപ്പോഴാണ് മുഖ്യമന്ത്രി കാണുന്ന കൂടിക്കാഴ്ച ആരംഭിച്ചത്? എന്തൊക്കെ വിഷയങ്ങൾ പ്രധാനമായും ഉള്ള മുല്ലപ്പെരിയാർ സംബന്ധിച്ചുള്ള ആകും ചർച്ച ചെയ്യുക? എന്തൊക്കെ വിശദാംശങ്ങൾ? അജിംഷാദ്, മുല്ലപ്പെരിയാർ വിഷയത്തിലെ ശാശ്വത പരിഹാരം തേടിക്കൊണ്ടുള്ള ചർച്ചയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ തന്നെ പുതിയ ഡാമിലൂടെ മാത്രമേ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകൂ എന്നതാണ് കേരളത്തിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ജലവിഭവ വകുപ്പ് മന്ത്രി ഉമാഭാരതിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തന്നെ കാര്യങ്ങളെല്ലാം പുനരാലോചിക്കേണ്ടതാണെന്ന ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ വാക്കുകൾ അടക്കമുള്ളവ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും ഇന്നത്തെ ചർച്ചയിലും പ്രധാനമായും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുക. ഇതിൽ തന്നെ തമിഴ്നാടുമായി വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണം. ജലം നൽകുന്നതിന് കേരളത്തിന് യാതൊരു എതിർപ്പുമില്ലെന്നും എന്നാൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ കടമയാണെന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ഇക്കാര്യങ്ങളിൽ മന്ത്രാലയത്തോട് നിർദ്ദേശം നൽകണമെന്നത് അടക്കമുള്ള കാര്യങ്ങളാകും ചൂണ്ടിക്കാണിക്കണമെന്നതാകും കേരളത്തിന്റെ ആവശ്യകത. ഇക്കാര്യങ്ങൾ സജീവമായി പരിഗണിക്കുമെന്ന പ്രതീക്ഷയാണ് ഉള്ളതെന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രാലയ തല സംഘത്തിന്റെ പ്രതീക്ഷയും ഉള്ളത്. എന്തായാലും ചർച്ച ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു മുമ്പ് ഏവിയേഷൻ വകുപ്പ് മന്ത്രി അശോക് ഗജപതി രാജുവുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ തന്നെ കണ്ണൂർ വിമാനത്താവളത്തിന്റെ പരീക്ഷണ പറക്കൽ അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള അനുമതി തേടിക്കൊണ്ടാണ് ചർച്ച പുരോഗമിച്ചത്. എന്തായാലും ഇത് പരിഗണിക്കാമെന്ന നിർദ്ദേശമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം എയർ കേരള പദ്ധതിയും സജീവ പരിഗണനയിലാണെന്നും ഏവിയേഷൻ മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഇതിനു മുമ്പായി ഇക്കാര്യങ്ങളിലെല്ലാം സജീവമായ ഒരു പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് മന്ത്രാലയ സംഘവും പങ്കുവെക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം കഞ്ചിക്കോട് ഫാക്ടറി അടക്കമുള്ള കാര്യങ്ങളിൽ സെയിൽ പങ്കാളിത്തത്തോടെയുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഉള്ള സമയമാകും മാറ്റിവെക്കുക. എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.